ഇനി ഇത് എത്ര തവണ ചൊല്ലണം? സുജൂദിലെ റുക്കോയിലെ പ്രാർത്ഥന എത്ര തവണ ചൊല്ലണം? ഒരു തവണ ചൊല്ലിയാൽ തന്നെ എന്തായി? വാജിബ് വീടി. ഒരാൾ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ഒരു തവണ ചൊല്ലിയാൽ തന്നെ റുക്കോയിൽ തസ്ബീഹ് ചൊല്ലിയ ആളാണ് അദ്ദേഹം. അപ്പൊ ഒരു തവണ ചൊല്ലിയാൽ തന്നെ വാജിബ് വീടി. എന്നാൽ അദ്നൽ കമാൽ, പരിപൂർണതയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ 3 തവണ ചൊല്ലുക എന്നുള്ളതാണ്. 3 തവണ ചൊല്ലുമ്പോഴാണ് പരിപൂർണതയുടെ ചുരുങ്ങിയ രൂപമാകുന്നത്. ഒരാൾ 5 ചൊല്ലി, നല്ലത്. ഒരാൾ 7 ചൊല്ലി, വളരെ നല്ലത്. ഒരാൾ 10 ചൊല്ലി, നല്ലത്. ഒരു തവണ ചൊല്ലുക എന്നുള്ളതാണ് വാജിബ്. ഒന്നിൽ കൂടുതൽ ചൊല്ലുന്നതൊക്കെ എന്താണ്? സുന്നത്താൻ. ക്ലിയർ ആണല്ലോ? അതവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഇമാമൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ഈ സുജൂദും റുക്കുവൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പിന്നെ നിൽക്കുന്ന ആൾക്കാരെ ഇടങ്ങറാക്കാൻ പാടില്ല. കാരണം പല തിരക്കുകളുള്ള ആൾക്കാരുണ്ടാകും, യാത്രക്കാരുണ്ടാകും, ജോലി തിരക്കുള്ളവരുണ്ടാകും, രോഗികളുണ്ടാകും, ഒരുപാട് സമയം നിൽക്കാൻ കഴിയാത്തവരുണ്ടാകും. അപ്പൊ ഇമാം നിൽക്കുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രാത്രി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ഒരിക്കൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും സൂറത്തു നിസാവും ഒറ്റ റക്അത്തിൽ ഓതി. ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് നബിയുടെ നൃത്തത്തിന്റെ അത്ര ദൈർഘ്യം ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഈ 3 സൂറത്തുകൾ ഓതുന്ന ദൈർഘ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അത്ര ദീർഘമായ സുജൂദാണ് അന്ന് നബി ചെയ്തത്. അത്ര ദീർഘമായ റുക്കുവാണ് അന്ന് നബി ചെയ്തത്. ഇതെപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുമ്പോഴാണ്. അത് ഈ ജമാഅത്ത് നിസ്കാരത്തിലെ ആളുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ, അവർക്ക് ഇമാം നിൽക്കുമ്പോൾ ഈ പണി എടുക്കരുത്. ഇപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് ഒരാൾ നിസ്കരിച്ചല്ലോ. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു സുദീർഘമായിട്ട് ഓതി, സൂറത്തുൽ ബഖറ ഓതി. അപ്പൊ ആ സ്വഹാബി നിസ്കാരത്തിൽ നിന്ന് പിന്മാറിയിട്ട് നബിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, ഞങ്ങൾ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുത്ത് വരുന്ന ആൾക്കാരാണ്, ഇത്ര സമയമൊന്നും നിൽക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് നിസ്കരിച്ചോളാം എന്നാ പറഞ്ഞത്? അല്ല, മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചു, അഫത്താനു അൻത യാ മുആദ്, മുആദെ ഫിത്ന ഉണ്ടാക്കാണോ, പ്രശ്നം ഉണ്ടാക്കാണോ എന്ന് ചോദിച്ചിട്ട് മുആദ് റളിയല്ലാഹു അൻഹു തിരുത്തവ ചെയ്തത്. സൂറത്തുൽ ലൈൽ പഠിപ്പിച്ചു കൊടുത്തു, സൂറത്തു ഷംസ് പഠിപ്പിച്ചു കൊടുത്തു. ഈ സൂറത്തൊക്കെ ഓദിക്കോ, ചെറിയ കുറച്ച് സൂറത്തുകൾ പറഞ്ഞിട്ട് ഈ സൂറത്തുകൾ ഓദിക്കോ എന്നാ പറഞ്ഞത്. അപ്പൊ ആളുകൾക്ക് ഇമാം നിൽക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ നമ്മൾ ഇടങ്ങറാക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വാജിബ്. ഖൗലു സുബ്ഹാന റബ്ബിയൽ അദീം ഫിർ റുകൂഇ. റുകൂൽ എന്ത് ചൊല്ലുക? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുക. അത് നിസ്കാരത്തിന്റെ വാജിബാണ്.